ഇടതിനും വേണ്ട വലതിനും വേണ്ട, ഇടതും വേണ്ട വലതും വേണ്ട. സാബു ജേക്കബിന് കച്ചവടം മാത്രം മതി. ആ കച്ചവടത്തിന് അദ്ദേഹത്തിന് കിട്ടിയ അവസാന ട്രെയിനാണ് NDA. അതുകൊണ്ട് അതിൽ ചാടിക്കേറി സാബു ജേക്കബ് വടക്കോട്ട് പോയിട്ടുണ്ട്. തിരിച്ചു വരില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി കച്ചവടമൊക്കെ ആയി അദ്ദേഹം NDAയിൽ നിൽക്കും. അതിൻ്റെ ആദ്യ സൂചന ഇന്ന് കിട്ടി. കാരണം ഇന്നലെ 147 കിടന്ന കിറ്റക്സിൻ്റെ ഷെയർ ഇന്ന് 160 എത്തിയിട്ടുണ്ട്. ഇടതും വേണ്ട വലതും വേണ്ട നിഷ്പക്ഷ നിലപാടുമായി മുമ്പോട്ട് പോകും എന്നായിരുന്നു 2020 ഒരു പ്രഖ്യാപിത നിലപാട്. പക്ഷേ ഇന്ന് 2020 NDAയുടെ ഭാഗമാണ്. NDAയുടെ ഭാഗമാകുമ്പോൾ ചില കരുനീക്കങ്ങൾ CPM-ഉം കോൺഗ്രസും നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കൂടുതൽ പേർ ഇരു മുന്നണികളിലേക്കും ഇരു പാർട്ടികളിലേക്കും എത്തും എന്നുള്ള ഒരു സൂചന കൂടി ലഭിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മോടൊപ്പം ഇപ്പോൾ PV ശ്രീനിധരൻ MLA ചേരുകയാണ്. ഒരു ഘട്ടത്തിൽ വ്യക്തിപരമായി പോലും അങ്ങേക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം, പ്രത്യേകിച്ച് CPM-നെ പ്രതിക്കൂട്ടിലാക്കിയ ഒരു പാർട്ടിയാണ് 2020. സാബു ജേക്കബ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ NDAയുടെ ഭാഗമായി മാറി. ഇടതിനും വേണ്ട വലതിനും വേണ്ട, ഇടതും വേണ്ട വലതും വേണ്ട. സാബു ജേക്കബിന് കച്ചവടം മാത്രം മതി. ആ കച്ചവടത്തിന് അദ്ദേഹത്തിന് കിട്ടിയ അവസാന ട്രെയിനാണ് NDA. അതുകൊണ്ട് അതിൽ ചാടിക്കേറി സാബു ജേക്കബ് വടക്കോട്ട് പോയിട്ടുണ്ട്. തിരിച്ചു വരില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി കച്ചവടമൊക്കെ ആയി അദ്ദേഹം NDAയിൽ നിൽക്കും. അതിൻ്റെ ആദ്യ സൂചന ഇന്ന് കിട്ടി. കാരണം ഇന്നലെ 147 കിടന്ന കിറ്റക്സിൻ്റെ ഷെയർ ഇന്ന് 160 എത്തിയിട്ടുണ്ട്. അപ്പോൾ തകർന്നടിഞ്ഞ തൻ്റെ കമ്പനിയുടെ ഷെയർ ഇനി കുറച്ച് ഒന്ന് മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും BJPയുടെയും സഹായം വേണമെന്നുള്ള അതിബുദ്ധിമാനായ കച്ചവടക്കാരൻ്റെ അസാമാന്യ ബുദ്ധിയാണ് NDA പ്രവേശനത്തിന്. അദ്ദേഹം അതിന് സാധാരണക്കാരായിട്ടുള്ള 2020 അണികളെ അദ്ദേഹം NDAക്ക് വിറ്റു എന്നുള്ളതാണ് ഇതിൻ്റെ ആകെത്തുക. എപ്പോഴും പറയുന്നൊരു കാര്യം, സംസ്ഥാന സർക്കാർ കച്ചവടം നടത്താൻ ഇവിടെ അനുവദിക്കുന്നില്ല. PV ശ്രീനിധരൻ MLA പ്രത്യേകിച്ച് ഈ PV ശ്രീനിധരൻ MLAയുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള എതിർപ്പും CPM-ന്റെ ഒരു അവഗണനയും കൂടിയാണോ അദ്ദേഹം ഈ നാട് വിടാൻ തീരുമാനിച്ചത്, ഒപ്പം തന്നെ NDAയിലേക്ക് കയറാനുള്ളൊരു കാരണം? എന്നെ പേടിച്ചിട്ടാണ് NDAയിൽ ചേർന്നതെന്ന് അറിഞ്ഞതിൽ സന്തോഷം. ഇത്രയും ഉള്ളോ സാബു ജേക്കബ് എന്ന് ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയാണ്. കാരണം നന്നായിട്ട് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ, അങ്ങനെ ഞാൻ പറയുള്ളൂ. കാരണം അല്ലാതെ വ്യക്തിപരമായിട്ട് സാബു ജേക്കബിനോട് എനിക്കൊരു വിരോധവുമില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനെ ഞാൻ നിശ്ചിതമായിട്ട് വിമർശിക്കാറുണ്ട്. അതിനിയും തുടരും. കഴിഞ്ഞ 5 വർഷം ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യമാണ്, അദ്ദേഹം ഇത് അവസാനം NDAയുടെ അല്ലെങ്കിൽ BJPയുടെ ക്യാമ്പിലേക്ക് എത്തുമെന്നുള്ളത്. അത് ഇന്ന് സംസ്ഥാന സർക്കാർ ഒരു കാര്യത്തിലും ജീവിക്കാൻ സമ്മതിച്ചില്ല എന്ന് വരെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു സാബു ജേക്കബ്. അത് സാബു ജേക്കബിൻ്റെ തെറ്റിദ്ധാരണയാണ്. കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹമാണല്ലോ എല്ലാം ചെയ്തതെന്നാണല്ലോ സാബു ജേക്കബ് അവകാശപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ പറ്റുന്നില്ല? അപ്പോൾ അതൊന്നുമല്ല. സാബു ജേക്കബിൻ്റെ കച്ചവട താല്പര്യങ്ങൾക്കനുസരിച്ച് സംസ്ഥാന സർക്കാർ മാറണമെന്നുള്ള വാശിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അതൊന്നും നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു സർക്കാരല്ല കേരളം ഭരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കച്ചവട താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാത്തതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം പിണറായി സർക്കാരിനെയും ഇടതുപക്ഷത്തിനെയും എല്ലാം വിമർശിക്കുന്നത്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സാബു ജേക്കബിൻ്റെ കച്ചവടം കിഴക്കമ്പലത്തും കുന്നത്തുനാടും നിർത്തിയിട്ടില്ല. ഇപ്പോഴും സുഗമമായിട്ട് അദ്ദേഹത്തിൻ്റെ മെയിൻ ഫാക്ടറി എന്ന് പറയുന്നത് കിഴക്കമ്പലത്താണ്. ഇപ്പോൾ തെലങ്കാനയിൽ പോയി എന്ന് പറയുന്നു, അവിടെ ഒരു ഫാക്ടറി തുടങ്ങിയിട്ടില്ല, കച്ചവടം തുടങ്ങിയിട്ടില്ല. ആന്ധ്രയിൽ പോയി എന്ന് പറയും. അദ്ദേഹത്തിന് ലോകത്തുള്ള എല്ലാ സ്ഥലത്തു നിന്നും ഫ്ലൈറ്റ്, ഇപ്പോൾ NDA ട്രെയിൻ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ കയറി. പക്ഷേ ആ ട്രെയിൻ ഒറ്റയ്ക്ക് സാബു ജേക്കബ് യാത്ര ചെയ്യേണ്ടി വരുമെന്നാണ് ഇപ്പോൾ പ്രത്യേകിച്ച് കുന്നത്തുനാടുള്ള സാധാരണക്കാരായിട്ടുള്ള 2020യുടെ അണികളിൽ നിന്നുള്ള പ്രതികരണം കേൾക്കുമ്പോൾ സാബു ജേക്കബ് ഒറ്റയ്ക്ക് ആ ട്രെയിനിൽ യാത്ര തുടങ്ങേണ്ടി വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ BJP ഇതിൽ ലക്ഷ്യമിടുന്നത് ഒരു വർഗീയ ധ്രുവീകരണത്തിലൂടെ അല്ലെങ്കിൽ നിഷ്പക്ഷരായിട്ടുള്ള ആളുകളെ, മതേതര ശക്തികളെ ഈ സാബു ജേക്കബിലൂടെ BJPയിലേക്ക് കൊണ്ടുവരാം എന്നൊരു ലക്ഷ്യം ഇടുന്നുണ്ടോ? തീർച്ചയായിട്ടും BJPനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും കേരളത്തിൽ ഒരു അക്കൗണ്ട് തുടങ്ങാൻ കഴിയുമെന്നായിരിക്കും BJPയും അല്ലെങ്കിൽ NDAയുടെ നേതാക്കളും വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങൾ ഈ അടുത്ത കാലത്ത് ഒട്ടനവധി BJPയിലേക്ക് വരുന്നുണ്ട്. അവിടെ എടുത്തു പറയാൻ കഴിയുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്കായിരിക്കാം ഒരു പക്ഷേ അവർ
സാബു ജേക്കബിനെ കൂടി NDA ക്യാമ്പിലെത്തിച്ചത്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, സാബു ജേക്കബിൻ്റെ പാർട്ടിയിലുള്ളത് ബഹുഭൂരിപക്ഷം മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ആളുകളും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെടുന്ന ആളുകളാണ്. നമുക്കറിയാം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് ഈ പറയുന്ന സമുദായ അംഗങ്ങളെ സംഘപരിവാർ ശക്തികൾ നോക്കിക്കാണുന്നതെന്നും എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്യുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യാഥാർത്ഥ്യം, ഇപ്പോൾ അദ്ദേഹം ഇന്നലെ പറഞ്ഞു കേരളത്തിൽ വർഗീയ ലഹള ഇതുവരെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. അതിന് ഒരു കാരണം ഈ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരായതുകൊണ്ടാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. അപ്പോൾ ഇനിയൊരു മത്സരത്തിന് എതിര് സാബു ജേക്കബ് ആയിരിക്കുമോ എന്നൊരാശങ്ക, അല്ലെങ്കിൽ മറ്റൊരാളെങ്കിലുമൊക്കെ ഇവിടെ വന്നാൽ ഒരു വെല്ലുവിളിയാകുമോ? അയ്യോ, സാബു ജേക്കബ് ഇപ്പോൾ വലിയ നാഷണൽ സംഘപരിവാർ നേതാവായില്ലേ. നമ്മളോടൊക്കെ ഇനി എതിരിടാൻ അദ്ദേഹത്തിന് സമയമുണ്ടാവില്ല. അദ്ദേഹത്തിന് ഇനി ഒത്ത എതിരാളി എന്ന് പറയുന്നത് റൊണാൾഡ് ട്രംപോ അല്ലെങ്കിൽ പുട്ടിനൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ അദ്ദേഹം വലിയ കളങ്ങൾ തേടി ഡൽഹിയുടെ അങ്ങനെ അമ്മാനമാടുന്ന ഡൽഹിയിലേക്ക് പോയല്ലോ. ഇനി സാബു ജേക്കബിന് ഈ ചെറിയ കളമൊക്കെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും അദ്ദേഹം ഇനി ഏതൊക്കെ കച്ചവടങ്ങൾ നടത്തും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പുതിയ സഖ്യം 2020 NDA സഖ്യം അതൊരു വെല്ലുവിളിയാവുമോ? അതൊരു വെല്ലുവിളിയേ അല്ല. നേരത്തെയും സാബു ജേക്കബ് ഒരു വെല്ലുവിളിയല്ല. ഇപ്പോഴും സാബു ജേക്കബിനൊരു വെല്ലുവിളിയായിട്ട് ഞാൻ കാണുന്നില്ല. സാബു ജേക്കബ് അത്യാവശ്യം നന്നായിട്ടൊക്കെ ബാറ്റ് ചെയ്ത് വരികയായിരുന്നു. പക്ഷേ ഹിറ്റ് വിക്കറ്റ് ആയെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. വീണ്ടും മത്സരിക്കാനുള്ള സാധ്യത PV ശ്രീനിധൻ MLA കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ മണ്ഡലത്തിൽ ഞാൻ ഈ വിമർശനങ്ങളും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നതോടൊപ്പം തന്നെ 2000 കോടി രൂപയുടെ അടുത്ത് ഈ മണ്ഡലത്തിൽ വികസനം നടത്തിയിട്ടുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പോൾ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ഇപ്പോഴും ഒരു പ്രയാസമില്ല. അത് തെരഞ്ഞെടുപ്പിൽ എല്ലാ കാര്യങ്ങളും ചർച്ചയാവും. ഞാനെടുത്ത നിലപാടുകളും ഞാൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളും എല്ലാം കൃത്യമായിട്ട് വോട്ടർമാരുടെ അടുത്ത് എത്തിക്കാൻ കഴിഞ്ഞുവെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ആ ആത്മവിശ്വാസത്തോടു കൂടിയായിരിക്കും LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തീർച്ചയായും താൻ ഇതുവരെ നടത്തിയിരിക്കുന്ന ഒരു വികസന പ്രവർത്തനങ്ങൾ അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. പക്ഷേ നിലവിൽ 2020 NDA സഖ്യം അത് യാതൊരു വിധത്തിലുള്ള വെല്ലുവിളിയാകില്ല എന്നാണ് PV ശ്രീനിധൻ MLA ഉറച്ചു പറയുന്നത്. കൊച്ചിയിൽ നിന്ന് സച്ചിൻ സജിക്കൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.